2013 നവംബർ പുലർച്ചെ മാനിറ്റോബയിലെ തന്റെ വീടിന് പുറത്ത് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടാണ് ബിൽ അയോട്ടെ എന്ന 71-കാരൻ എഴുന്നേൽക്കുന്നത്. എറിൻ ഗ്രീൻ എന്ന 32-കാരി പാർട്ടി കഴിഞ്ഞ വെളുപ്പിന് ഒറ്റയ്ക്ക് നടക്കുന്നതിനിടെയാണ് ധ്രുവക്കരടിയുടെ ആക്രമണം യുവതിക്ക് നേരെ ഉണ്ടാകുന്നത്. ഈ സമയം തന്റെ വീടിനകത്ത് TV കണ്ടു കിടക്കുകയായിരുന്ന അയാട്ടയ്ക്ക് യുവതിയുടെ നിലവിളി കേട്ടെങ്കിലും TVയിൽ നിന്നായിരിക്കും എന്നാണ് ആദ്യം തോന്നിയത്. വീണ്ടും കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കിയ അദ്ദേഹം കാണുന്നത് യുവതിയുടെ തലമുടിയിൽ പിടിച്ച് കരടി കറക്കുന്നതാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചെന്ന് അദ്ദേഹം പെട്ടെന്ന് മഞ്ഞ് കോരുന്ന ഷവലെടുത്ത് കരടിക്ക് നേരെ നീങ്ങി. കരടിയുടെ കണ്ണിലടിച്ചാൽ മാത്രമേ കരടി പിടിപിടികളെന്ന് അറിയാമായിരുന്ന അദ്ദേഹം കരടിയുടെ കണ്ണ് തന്നെ നോക്കിയടിച്ചു. അടിയേറ്റതോടെ കരടി യുവതിയെ വിട്ടു അയാട്ടയെ പിടിച്ചു. യുവതി ഓടി അയാട്ടയുടെ വീട്ടിൽ കയറി. അയാട്ടയുടെ ഒരു ചെവി കരടി കടിച്ചു പറിച്ചു. ഒച്ചയും ബഹളവും കേട്ട് സമീപവാസികൾ എഴുന്നേറ്റ് അവർ പലതരത്തിലും കരടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കരടി അയാട്ടയെ വിട്ടില്ല. ഒടുവിൽ ഒരു അയൽക്കാരൻ തന്റെ ട്രക്ക് എടുത്ത് കരടിക്ക് നേരെ ഓടിച്ച് ഭയപ്പെടുത്തിയതോടെ കരടി അയാളെ വിട്ടു. 71 വയസ്സിലും ധൈര്യം കൈവിടാതെ മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച അയാട്ടയെ തേടി 2015 കനേഡിയൻ സർക്കാരിന്റെ ധീരതയ്ക്കുള്ള അവാർഡെത്തി.